ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. ഇത് ഞാനൊന്ന് റെഡി ആവുകയാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്. ഞാൻ പറഞ്ഞല്ലോ, ബർത്ത്ഡേ ഉള്ളപ്പോഴെല്ലാം നമ്മളൊരു ഗ്രൂപ്പായിട്ടൊരു ഈവനിങ് ഔട്ട് നടത്തും. ഇവിടെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ ഒരു കേക്ക് കട്ട് ചെയ്യും. അത് നമ്മളുടെ ഒരു നടന്നു വരുന്ന ഒരു പതിവാണ് കേട്ടോ. അപ്പം ഈ ജനുവരി ഫെബ്രുവരി ആയിട്ട് എല്ലാവരും തന്നെ ബർത്ത്ഡേ ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും പാർട്ടീസാണ്. അപ്പം ഞാനിങ്ങനെ പോകാനായിട്ട് ഒരു ലിപ്സ്റ്റിക്ക് കുറച്ച് കൂടിപ്പോയെന്ന് തോന്നുന്നില്ല. അതിങ്ങനെ എനിക്ക് വന്ന ഈ ക്യാമറയിൽ കണ്ടിട്ടാണ് കേട്ടോ. ഒരു ലിപ് ലൈനർ വെച്ചിട്ടൊന്ന് ഔട്ട്ലൈനൊക്കെ ചെയ്തു. അപ്പം ഞാൻ ആദ്യം വോയിസ് ഓവർ കൊടുക്കേണ്ട പറയാമെന്ന് വെച്ചപ്പോഴത്തേനും ഭയങ്കര അപ്പുറത്തെ വീട്ടിൽ കൺസ്ട്രക്ഷൻ നടക്കുന്ന കാരണം ഭയങ്കര ഒച്ചയൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാനത് മാറ്റിയിട്ട് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് കാറ് ഞാൻ എടുക്കുന്നില്ല, ഷെഫാൽ തന്നെയാണ് കേട്ടോ എന്നെ പിക്ക് ചെയ്യാൻ വരുന്നത്. അപ്പം ഇപ്പം 10 മിനിറ്റുള്ളിൽ എത്തുമെന്ന് പറഞ്ഞ് ഫോൺ വന്നായിരുന്നു. അപ്പം ഞാൻ റെഡി ആയിട്ട് താഴോട്ട് പോയിട്ട് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ ഒരു 6 മണി 5:45 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വെളിയിലത്തെ ലൈറ്റ് ഇടാമെന്ന് വെച്ചു. വെളിയിൽ തന്നെ വെയിറ്റ് ചെയ്തേക്കാം. അപ്പം കാറ് വരുമ്പോൾ ഉടനെ തന്നെ കയറാമല്ലോ. അങ്ങനെ ഞാൻ വെളിയിലെ ആ ഗാർഡൻ്റെ അവിടുത്തെ ഒരു ലൈറ്റൊക്കെ ഇട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതായത് ഇപ്പോൾ ഫെബ്രുവരിയിൽ ഇനി ഒരു ബർത്ത്ഡേയും കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചാണ് ഞങ്ങൾ മിക്കവരും തന്നെ അക്വേറിയൻസാണ്. അങ്ങനെ നോക്കിക്കൊണ്ട് വന്നപ്പം ഷെഫാലിയുടെ കാറ് വന്നു. പിന്നെ ഞാൻ അതിൽ കയറി. അപ്പോൾ കുറച്ച് ദൂരമേ ഉള്ളൂ. അവിടെ വേറെ 2 ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മളെല്ലാവരും കൂടെ ഒരു മോളാണ് കേട്ടോ, മോളുടെ മുകളിലുള്ള റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അങ്ങനെ അവരവിടെ വെയിറ്റ് ചെയ്തിരുന്ന അവരെയും കണ്ടു. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ മുകളിലോട്ട് പോയി. ഇപ്പം ഇതെന്ന് പറയുന്നത് ഞാൻ എപ്പോഴും വാല്യൂ ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചാനൽ ദ വെൽനെസ് വേ ബൈ ലക്ഷ്മിയാണ്. അപ്പോൾ വെൽനെസ് എന്നുള്ളത് ഫിസിക്കൽ വെൽനെസ് മാത്രമല്ല, മെൻ്റൽ വെൽനെസ്സും അതിനകത്തൊരു മാറ്റർ ചെയ്യും. ആ രീതിയിലുള്ള വ്ളോഗ്സും ആ രീതിയിലുള്ള വർക്കൗട്ട്സും അങ്ങനെയാണ് ഞാൻ ഇടുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഫിസിക്കൽ ഫിറ്റ്നസ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എത്ര ഇമ്പോർട്ടൻസ് ആണെന്ന്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കൊരു ഫ്രണ്ട്ഷിപ്പും. അതായത് ഗേൾസിൻ്റെ ഒരു ഗ്രൂപ്പ്. അതെന്ന് ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ കോളേജിലുള്ള സ്റ്റുഡൻസായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അവിടെ വെച്ചാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ, കോളേജിലും സ്കൂളിലും ഒക്കെയാണ് മാക്സിമം നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല ഫ്രണ്ട്ഷിപ്പ് കിട്ടുന്നത്. അത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മളിങ്ങനെ കേരളത്തിൽ നിന്ന് മാറിയൊക്കെ താമസിക്കുമ്പോൾ അവിടെ നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എപ്പോഴും കോളേജിൽ പഠിച്ച ഫ്രണ്ട്സിനെയോ സ്കൂളിൽ പഠിച്ച ഫ്രണ്ട്സിനെയോ കൂടെ കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ എനിക്കൊരു ബ്ലെസ്സിങ് പോലെ കിട്ടിയ കുറച്ച് ഫ്രണ്ട്സാണ് കേട്ടോ ഇവർ. ഞാൻ പറഞ്ഞായിരുന്നു ഒരു 10-15 വർഷത്തെ കൂടുതലായിട്ട് ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് ഇതുപോലെ തന്നെ. അപ്പോൾ ഞങ്ങളുടെ ഒരു 7 പേരുടെ ഒരു ഗ്രൂപ്പാണ്. അപ്പം ഞങ്ങൾ ഔട്ടിങ് പോകാറുണ്ട്. അതായത് ഞങ്ങൾ കിറ്റി പാർട്ടീസ് ഒന്നും നടത്തത്തില്ല കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് വൺസ് ഇൻ എ മന്ത്, ട്വൈസ് ഇൻ എ മന്ത് ആരുടെയും വീട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ കൂടാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യാറുണ്ട്, ഡാൻസ് ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മളെപ്പോഴും, പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും വീടെന്ന് പറയുന്നത് തൊട്ട് ഒരു 2 കിലോമീറ്റർ മാക്സിമം ആ ചുറ്റളവിലാണ് എല്ലാവരും താമസിക്കുന്നത്. അപ്പം എളുപ്പം ഒത്തുകൂടാനായിട്ട് എളുപ്പമാണ്. ഒരാൾ മാത്രമേ ഉള്ളൂ കുറച്ച് ദൂരെ താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാവരും നല്ല ബിസി ആയിട്ടുള്ള ആൾക്കാരാണ്, വർക്കിംഗ് ആണ് മോസ്റ്റ്ലി എല്ലാവരും തന്നെ. പക്ഷേങ്കിൽ അതിനകത്ത് സമയം കണ്ടെത്തും എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് നമ്മുടെ ഉള്ള ഒരു ഏജിൻ്റെ നമ്മൾ എല്ലാവരും ഗേൾസ് നമ്മൾ ഫ്രണ്ട്സ് മാത്രം കൂടുമ്പോഴത്തേനും നമുക്ക് തോന്നും നമ്മൾ തീരെ ചെറുതായിപ്പോയി, നമ്മൾ തീരെ ചെറിയ കുട്ടികളെ പോലെ ബിഹേവ് ചെയ്യും. അതായത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രോബ്ലംസും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും അതൊക്കെ മറന്നിട്ട് ഒരു ഗെറ്റ് ടുഗദർ, അതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് കുറേ മാഡ്നസ്സും കുറേ ജോക്സും അങ്ങനെ കുറച്ച് 2 മണിക്കൂർ സമയം, എന്നിട്ട് തിരിച്ച് വീട്ടിൽ പോകുക, അതാണ് പരിപാടി. അപ്പോൾ ഒരു കേക്കൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ റെഡിയാക്കുകയാണ്. അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തു, ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തർ ഫുഡ് ഓർഡർ ചെയ്യും, ഓരോരുത്തർ കേക്ക് കൊണ്ടുവരും, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നല്ല രസമായിട്ട് ഒരു ഈവനിങ്ങും കൂടെ കഴിഞ്ഞു. അപ്പം ഞാനിവരെ ഇങ്ങനെ എപ്പോഴെപ്പോഴും കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നതല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളത്, വെൽനെസ് വേയിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പും ഭയങ്കര, നമ്മുടെ ഫാമിലി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്. ഇതൊരു ഇവരെല്ലാവരും വെജിറ്റേറിയൻസ് ആണ് കേട്ടോ. ഒരാൾ മാത്രമേ ഉള്ളൂ അതിനകത്ത് നോൺ വെജ് കഴിക്കുന്നത്, പിന്നെ ഞാനും. അപ്പോൾ ബാക്കി മാക്സിമം എല്ലാവരും വെജിറ്റേറിയൻ. അപ്പോൾ പനീറിൻ്റെ ഡിഷസൊക്കെ കൂടുതൽ നമ്മൾ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഒരു വെജ് പ്ലാറ്റർ വാങ്ങിച്ചു. ആർക്കും അങ്ങനെ വിശക്കുന്നില്ലായിരുന്നു ആ ഒരു സമയമായതുകൊണ്ട്. പിന്നെ കുറേ ഡ്രിങ്ക്സൊക്കെ വാങ്ങിച്ചു. പീനക്കൊള്ളാട, അതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. എവിടെ പോയാലും ഞാൻ പീനക്കൊള്ളാട തന്നെ വാങ്ങിക്കും.
അങ്ങനെ നല്ലൊരു ഈവനിങ് ആയിരുന്നു, സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഏത് ഷെഫാലിയുടെ ആയിരുന്നു ബർത്ത്ഡേ. അപ്പോൾ ഷെഫാലിക്ക് വേറൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഷെഫാലി ആ റെസ്റ്റോറൻറ്റിൽ തന്നെ വെയിറ്റ് ചെയ്തു. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ തിരിച്ച് വീട്ടിലോട്ട് പോന്നു. അങ്ങനെ നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഈവനിങ് ആയിരുന്നു. ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ സമയം ഒത്തിരി ലേറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇറങ്ങി. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിനെ മെയിൻറ്റെയിൻ ചെയ്തതുകൊണ്ട് എനിക്ക് കിട്ടുന്ന സ്ട്രെസ് റിലീവിങ്ങിനെ പറ്റിയാണ് കേട്ടോ. കാരണം എത്ര നമ്മൾ സ്ട്രെസ്ഡ് ഔട്ട് ആയിരിക്കുകയാണെങ്കിലും ഇവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മളതെല്ലാം മറന്നിട്ടൊന്ന് റിലാക്സ്ഡ് ആവും. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്, അതൊരു വേണ്ട കാര്യമാണെന്ന് മാത്രമാണ് എനിക്ക് തോന്നുന്നത്. സ്പെഷ്യലി നമ്മളുടെ ഏജിലുള്ള ആൾക്കാർക്ക്. കാരണം നമ്മുടെ കുട്ടികളൊക്കെ വെളിയിൽ പഠിക്കാൻ പോയി നമ്മൾ ഒറ്റയ്ക്കാകുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തന്നെ ജീവിതത്തിൽ ഉള്ള ഫ്രണ്ട്ഷിപ്പ് നിലനിർത്താൻ ശ്രമിക്കുക. ചെറിയ ചെറിയ ഈഗോയുടെ പേരിൽ ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെടുത്താതിരിക്കുക. കുറച്ചൊക്കെ നമ്മൾ കണ്ടില്ല എന്ന് വെക്കണം. ചിലരുടെ സ്വഭാവം നമുക്ക് കുറച്ച് ഇഷ്ടപ്പെടത്തില്ല, കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് വെക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവർ, താങ്ക് യു. Lakshmi, bye bye, take care.